കണ്ണൂർ കൂത്തുപറമ്പിൽ ജീവനൊടുക്കിയ 3 പേരുടെ പോസ്റ്റ്മോർട്ടവും സംസ്കാരവും ഇന്ന് നടക്കും. നീർവേലി സ്വദേശിയായ കിഷൻ ജീവനൊടുക്കിയതിന്റെ മനോവിഷമത്തിൽ മുത്തശ്ശി റജിയും മുത്തശ്ശിയുടെ സഹോദരി റോജയും തൂങ്ങി മരിക്കുകയായിരുന്നു. മൂര്യാട്ടെ വീട്ടിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം. നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൂത്തുപറമ്പ് മൂര്യാടുള്ള ഈ വീട്ടിൽ വെച്ചാണ് 20-കാരൻ കിഷൻ ഇന്നലെ ജീവനൊടുക്കുന്നത്. അതിന് പിന്നാലെ ഈ വിവരമറിഞ്ഞ് മരണ വാർത്തയിൽ മനംനൊന്ത് മുത്തശ്ശിയും ഒപ്പം തന്നെ മുത്തശ്ശിയുടെ സഹോദരിയും ജീവനൊടുക്കിയെന്ന അതിദാരുണമായ സംഭവമാണ് ഇവിടെ ഇന്നലെ നടന്നത്. ഏതായാലും വലിയ ദുഃഖം ഈ നാട്ടുകാർക്കും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈ കിഷൻ കഴിഞ്ഞ 1 മാസത്തോളമായി ഇവിടെ തന്നെയാണ് എന്നതാണ് അറിയുന്നത്. മാത്രമല്ല കിഷനുമായി അത്രത്തോളം അടുത്ത ബന്ധം അല്ലെങ്കിൽ സ്നേഹം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കിഷന്റെ ഈ ഒരു മരണ വാർത്ത വളരെ പെട്ടെന്ന് ആകസ്മികമായി അത് അറിയുന്നതോടുകൂടി ഇവർ രണ്ടുപേരും തകർന്നു പോവുകയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് കരുതുന്നത്. ഇപ്പോൾ അയൽവാസികൾ നമുക്കൊപ്പം ഉണ്ട്. ചേച്ചി, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഉച്ച മുതൽ മോന് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കിഷന് അവന് 2 ചങ്ങായിമാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ചങ്ങായിമാർ പോയി കഴിഞ്ഞ ശേഷം ഇവനോട് ഇരുന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് കണ്ടതാണ്. അത് കഴിഞ്ഞ് കുറച്ചൊരു അരമണിക്കൂറായിട്ടുണ്ടാവില്ല. അന്നേരം കാണാം അവർ പോയി അപ്പോഴാണ് 3 പയ്യന്മാർ വീണ്ടും വരുന്നത്. അപ്പോൾ 3 പയ്യന്മാർ മറ്റൊന്ന് ഫോൺ വിളിക്കുന്നുണ്ട്, വാതിൽ മുട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല. നമ്മൾ ചോദിച്ചു, അന്ന് നിങ്ങൾ വാതിലെന്നാ വിളിക്കുന്നത്, എന്താ പ്രശ്നം എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പയ്യൻ അടുക്കളപ്പുറത്തൂടെ വായിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയിന്. അപ്പോഴേക്ക് ഇവൻ തൂങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അവരവർ കയറർത്തിട്ട് കൊണ്ടുവന്നിട്ട് അപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കിഷൻ കൂടുതൽ സമയം ഇവിടെ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നീർവേലിയിലാണ് വീടെങ്കിലും കൂടുതൽ സമയം ഇവിടെ ഉണ്ടാവാറല്ലേ? കൂടുതൽ ഓന് ഏറ്റവും വലിയ ആൾക്കാർ ഇത് സ്നേഹമല്ല, പിന്നെ അമ്മമ്മയോ പിന്നെ അമ്മേൻ്റെ അനിയത്തിയോ. എങ്ങനെയായിരുന്നു അവരുള്ളൊരു ബന്ധം? എങ്ങനെയായിരുന്നു? ഇവർ പറഞ്ഞു അത്ര സ്നേഹം തന്നെയാണ്. നമ്മൾ കൂടുതൽ പറയാനില്ല. നമുക്ക് എന്താ അങ്ങനെ നല്ല ഐക്യമായിട്ട് പോകുന്ന അത്ര സ്നേഹവും. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് അതാണ് പറയാനുള്ളത്. ഏതായാലും കിഷനെതിരെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഏതായാലും നാട്ടുകാരുൾപ്പെടെ പറയുന്നത് ഈ കിഷനും ഈ റജിയും റോജയും അത്രത്തോളം അടുത്ത ബന്ധമായിരുന്നു. അതായത് അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് രണ്ടുപേർക്കും ഒപ്പം നിൽക്കാനായിരുന്നു കിഷനും ഇഷ്ടപ്പെട്ടത്. തിരിച്ചും അതേപോലെ തന്നെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരാളുടെ മരണവാർത്ത കേട്ടതോടുകൂടി തകർന്നു പോവുകയും ഈ വീട്ടിനകത്ത് വെച്ച് തൂങ്ങി മരിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ തലശ്ശേരി ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് തന്നെ സംസ്കാരം നടക്കും. വലിയ വെളിച്ചത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് നമുക്ക് അറിയുന്നത്. അതിനു മുൻപ് ഒരു പൊതുദർശനം കൂടി ഉണ്ടാകും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.